പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ കൃപയാലും അനുഗ്രഹത്താലും നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. തൈത്തടിനോട് ശാഖ എന്ന പോലെ ചേർന്ന് നിന്ന് വളർന്ന് അങ്ങയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല കുടുംബങ്ങളായിട്ട് മാറട്ടെ ഞങ്ങളുടെ കുടുംബങ്ങൾ. സകല മേഖലകളിൽ സമാധാനത്തില്, സന്തോഷത്തില്, സമ്പത്തില്, പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, എല്ലാത്തിലും ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള വലിയ കൃപ നൽകി കർത്താവെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, കുടുംബം ഒരുമിച്ചിരുന്ന് ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ പിശാചിനോ ഒരു രോഗത്തിനോ ഒരു തകർച്ചയ്ക്കോ ഒരു നാശത്തിനോ ഒരു പരാജയത്തിനോ ഒരിക്കലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന മക്കളാകണം നമ്മുടെ കുടുംബങ്ങൾ ഓരോന്നും. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ചില അമ്മച്ചിമാര് പറയും, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഭർത്താവ് വരില്ലേ, മക്കള് വല്ലപ്പോഴും വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോകുന്ന കുടുംബം ഒരിക്കലും രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കില്ല. അത് മറ്റൊന്നുകൊണ്ടില്ല, ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമില്ല. ഈശോയെ നമ്മുടെ കൂടെ വിളിച്ച് നിർത്തണം. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാല്? പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തില് നിലനിർത്തുന്ന ഒന്നാണ്. മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിന്റെ സഹായം, അതിസ്വാഭാവികമായ കൃപകള് നമുക്ക് ലഭിക്കും. നമ്മള് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഞങ്ങളുടെ പിതാവിന്റെ ആ ഒരു സാന്നിധ്യം, അപ്പന്റെ സാന്നിധ്യം കുടുംബത്തിൽ നിറയും. മാത്രമല്ല, അപ്പന്റെ മക്കളുടെ അഭിഷേകം, കൃപ അപ്പനിൽ നിന്ന് പിതാവായ ദൈവം തരും. അതോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണം, സർവശക്തനായ പിതാവ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കാണ്, ഈ കുടുംബം വിശ്വസിക്കുന്നത് സർവശക്തനായ പിതാവിലാണ്. പിന്നെ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, മാലാഖമാരുടെ സാന്നിധ്യം, മുഖ്യജനായ വിശുദ്ധ മിഖായിലെ, അങ്ങനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ മിഖായിൽ, ഗബ്രയേൽ, റഫായിൽ, വിശുദ്ധര്, മാലാഖമാര്, ഇവരെല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു സാന്നിധ്യമാണ് നമുക്ക് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ കുടുംബത്തില് ഈ സ്വർഗ സാന്നിധ്യമുണ്ട്. അവരുടെ സാന്നിധ്യം കൃപയുടെ ഒരു കുത്തൊഴുക്കുണ്ടാക്കും. പിന്നെ നമ്മൾ ഓരോ നിയോഗങ്ങള്, പ്രാർത്ഥനകള്, കുടുംബം ഒരുമിച്ചിരുന്ന് കുടുംബത്തിന്റെ നിയോഗങ്ങള് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തില് അതിനു വേണ്ട സഹായം പ്രാർത്ഥനയിലൂടെ ദൈവം തരും. പ്രിയപ്പെട്ട മക്കളെ, നിരന്തരമായ പ്രാർത്ഥന നമുക്ക് വേണം. ഈശോ പറഞ്ഞില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിരന്തരം പ്രാർത്ഥിക്കണം. ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങരുത്. പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഭക്ഷണമാണ്. നമ്മൾ ഒരു ദിവസം എത്ര വട്ടം ഭക്ഷണം കഴിക്കും, അതുപോലെ ഓരോ ദിവസവും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഒത്തിരി കുടുംബങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവര്, വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി ഉണ്ട്. എന്നാൽ സ്ഥിരമായ ഒരു അടിസ്ഥാനത്തില്, ശക്തമായ കൂട്ടായ്മയില് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് കുറഞ്ഞു വരുന്നു. മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് പറ്റിയ വലിയ ദുരന്തം ഉണ്ടല്ലോ, ഒരു +2 കഴിയുമ്പോഴേക്കും നമ്മുടെ അനേക മക്കളെ കുടുംബത്തിൽ നിന്ന് പറിച്ചു മാറ്റുക. പിന്നെ പോണത് പല സ്ഥലങ്ങളില്, പല രാജ്യങ്ങളില് ഈ മക്കൾക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു ശക്തിയാണ് കുടുംബത്തിന്റെ ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഇങ്ങനെ പോണ ചില മക്കളെങ്കിലും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മീഡിയയിലൂടെ ഒക്കെ വന്ന് വീഡിയോ കോളൊക്കെ വിളിച്ച് അവര് ജപമാലയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട മക്കളെ, കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ബലം ഇതാണ്.
അതൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ പിശാച് പല പല മോഹന വാഗ്ദാനങ്ങൾ കൊണ്ട് ഒത്തിരിയേറെ പിശാച് പഴം കാണിച്ച് വീഴ്ത്തിയതുപോലെ പല സമ്പത്ത്, ജോലി, പല സ്ഥലങ്ങള് ഇതൊക്കെ പിശാച് കാണിച്ചു കൊടുത്ത് ഈ കുടുംബ ബന്ധത്തിൽ നിന്ന്, ഐക്യത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ഇപ്പോഴൊക്കെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് ഹവ്വായെ പിശാച് എപ്പോഴാ വീഴ്ത്തിയ? ഒറ്റയ്ക്കായിരുന്നപ്പോഴാ. അതും കൂടിയില്ല, ഒറ്റയ്ക്ക് നിന്നു. പിശാചിനെ വീഴ്ത്താൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരു സമയമാണ് ഒരു കുടുംബത്തില് ഒരാള് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ, പ്രാർത്ഥനയില്ലാതെ, കൂട്ടായ്മയില്ലാതെ, ബന്ധമില്ലാതെ മാറി നിൽക്കുമ്പോ ആ വ്യക്തിയെ പിശാച് കീഴ്പ്പെടുത്തി. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ പറയാനുണ്ട് ഈ മേഖലയിൽ, പ്രാർത്ഥനയില്ലായ്മയിൽ നിന്ന് വരുന്ന ദുരന്തങ്ങളൊക്കെ. എന്നാൽ നമ്മളിന്ന് പ്രത്യേകം ഒരു അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുക. ഒന്ന് പരിശോധിക്കുക, എൻ്റെ കുടുംബത്തിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ടോ? ഇനി ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അഭിഷേകം തന്ന് അനുഗ്രഹിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങേ വിളിച്ച് അപേക്ഷിക്കാൻ, ഒരുമിച്ച് എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരേ മനസ്സോടെ പരാതിപ്പെടാതെ കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു പ്രാർത്ഥനാ ബന്ധം ദൈവത്തോട് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. അതുണ്ടെങ്കിൽ തന്നെ ദൈവം ഇടപെടും. ഒരുമിച്ച് ഒരു കുടുംബ ഐക്യത്തോടെ, ഒരുമിച്ച് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം തരാതിരിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ കുടുംബ, ദൈവത്തിന്റെ മക്കളാ. ആ മക്കളുടെ ആവശ്യം ഒരുമയോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകും, ദൈവമുണ്ടാകും. ആ ദൈവം ഇടപെട്ടിരിക്കും. ദിവ്യകാല സന്നിധിയിൽ ഒരു അഭിഷേകത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിൽ പ്രാർത്ഥന നിറയപ്പെട്ട ഒരു അഭിഷേകം നൽകി ആ പ്രാർത്ഥനയുടെ കരുത്തിൽ അതിസ്വാഭാവികമായ കൃപകൾ സ്വന്തമാക്കി അങ്ങയുടെ സാന്നിധ്യവും വിശുദ്ധരുടെയും മാലാഖമാരുടെ തിരുക്കുടുംബത്തിന്റെ ഒക്കെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവെ കൃപയരുടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാല സന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാലും കർത്താവെ, അങ്ങയെ വിളിച്ച് ഇടപെടുത്തിക്കാതെ, അങ്ങയോട് പ്രാർത്ഥിക്കാതെ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തില് പ്രാർത്ഥനക്കുറവ് ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട്. ഒരുമിച്ചുള്ള പ്രാർത്ഥന കർത്താവേ, ആ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയില്ലാതെ, സ്വർഗത്തിന്റെ സഹായമില്ലാതെ അതിസ്വാഭാവികമായ കൃപകൾ പ്രാർത്ഥനയിലൂടെ സ്വന്തമാക്കി ആ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് എല്ലാ കാര്യത്തിലും നന്നായിട്ട് വളരാനും ഫലം പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ടായിട്ടും പ്രാർത്ഥനയില്ലാതെ പോയ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ സമർപ്പിച്ച് കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒരു വലിയ അഭിഷേകം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും നൽകണം. അപ്പനും അമ്മയും മക്കളും മരുമക്കളും അമ്മായിയമ്മയും അമ്മായിയപ്പനും പേരക്കിടാങ്ങളും ഒരുമിച്ചിരുന്ന് കർത്താവെ അങ്ങയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ, യോസേപ്പിതാവിനെ വിളിച്ചപേക്ഷിച്ച്, സ്വർഗത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ അഭിഷേകം നൽകണമേ കർത്താവെ. ഞങ്ങളുടെ കുടുംബം സ്വർഗത്തെ കൊണ്ട് നിറയട്ടെ, സ്വർഗീയരെ കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദങ്ങള് കർത്താവെ, പ്രാർത്ഥനയുടെ വാക്കുകള് ഞങ്ങളുടെ കുടുംബത്തെ മുഖരിതമാക്കട്ടെ. തിരുമയുടെ സ്വാധീനങ്ങള്, ശാപവാക്കുകളുടെ ശക്തികൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ കൃപയുടെ ഭവനങ്ങളായിട്ട് മാറട്ടെ. സ്വർഗത്തിന്റെ സഹായം, അതിസ്വാഭാവികമായ ദൈവിക ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. അങ്ങനെ ഞങ്ങളുടെ ജോലി മേഖല, ബിസിനസ് മേഖല, കുടുംബജീവിതം, സഹോദര ബന്ധം, ജോലി മേഖല, ഞങ്ങളുടെ പഠനം, സാമ്പത്തിക മേഖല, കൃഷിയിടങ്ങള്, വലത്ത് പക്ഷിമൃഗാദികള്, ഞങ്ങളുടെ മക്കള് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, കൃപയുടെ നിറവിൽ, പ്രാർത്ഥനയുടെ ശക്തിയിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടുവാനുള്ള വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും പ്രാർത്ഥനയിൽ ഐക്യപ്പെടുത്തി അങ്ങയുടെ ശക്തിയാലും കൃപയാൽ നിറച്ച് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മക്കളെ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവ്, ഈ ആശീർവാദത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാമായിരുന്ന കൃപകൾ നഷ്ടപ്പെട്ടതൊക്കെ നിറച്ചു നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും വീടിനെയും മണ്ണിനെയും ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിലെ ശക്തി നമ്മുടെ കുടുംബത്തിൽ പ്രകടമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.